ിന്റെ പ്രവർത്തകർ കുത്തിയിരുന്ന് സമരം നടത്തുന്നത് പോലീസ് ഡെന്റൽ കോളേജിന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് ബന്ദോബസ്ത് തീർത്തിരുന്നുവെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ കുറച്ച് പ്രവർത്തകർ ആ വശത്ത് നിന്ന് ഓടി വന്ന ഈ ബന്ദോബസ്ത് മറികടന്ന് ക്യാമ്പസിനകത്തേക്ക് കയറുകയായിരുന്നു. ഇപ്പോൾ ഇതിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് KSU ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പ്രവർത്തകർ. എന്തായാലും പോലീസ് ഇപ്പോൾ സംരക്ഷണം ഒരുക്കുകയാണ്. പോലീസ് ഈ ഡെന്റൽ കോളേജിനകത്തേക്ക് ഈ പ്രവർത്തകർ കയറാതെ ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ KSU പ്രവർത്തകർ, ജില്ലയിൽ നിന്നുള്ള KSU പ്രവർത്തകർ അവർ ഇതിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. എന്നാലും പെട്ടെന്നായിരുന്നു ഈ KSUവിന്റെ പ്രതിഷേധം. അവർ ഈ ബാരിക്കേഡ് മറികടന്ന് മതിൽ ചാടി കടന്നാണ് ക്യാമ്പസിനകത്തേക്ക്, കോളേജിന്റെ ഇതിനകത്തേക്ക് കടന്നത്. 1-ാം വർഷ BDSന്റെ ക്ലാസുകളുള്ള ഈ ക്യാമ്പസിനകത്തേക്കാണ് ഈ KSU പ്രവർത്തകർ കടന്നത്. ഇപ്പോൾ ഇതിന് മുന്നിൽ അവർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ സമരം. അധ്യാപകർക്കെതിരെ കർശനമായ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ സമരം നടത്തുന്നത്. അജീഷ് ജയകുമാറാണ് നമുക്കൊപ്പം ചേർന്നത്. അജീഷ്, മറ്റൊരു കാര്യം, അതായത് ഈ ലോൺ ആപ്പ് സംഘങ്ങൾക്കും ഇതിൽ റോളുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. അതിനെക്കുറിച്ച് ഈ കോളേജിൽ എന്തെങ്കിലും വിവരമുണ്ടോ? അതുപോലെ കുടുംബത്തിൻ്റെ ആരോപണം, പ്രത്യേകിച്ച് ഈ സബ് കളക്ടർ അവിടെ എത്തിയിട്ടുണ്ടല്ലോ, ഈ കാർത്തിക് പാണിഗ്രാഹി. അപ്പോൾ സബ് കളക്ടർ സന്ദർശനത്തിന് ശേഷമാണ് ഈ KSUവിൻ്റെ ഈ മാർച്ച് ഉണ്ടായത്. അതെ, ഈ സബ് കളക്ടർ ഏതാണ്ട് അരമണിക്കൂർ മുന്നെയാണ് സബ് കളക്ടർ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ എത്തി ഈ അധ്യാപകരോടും മറ്റും മൊഴി രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് ഈ കോളേജുകാർക്കും വ്യക്തമായ വിവരമുണ്ടായിരുന്നു. കാരണം ഈ നിതിൻ രാജ് ഈ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്ന ദിവസം അന്ന് രാവിലെ ഈ പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് ഈ നിതിൻ രാജിനെ വിളിപ്പിച്ചിരുന്നു. അന്ന് ഈ അധ്യാപികയുടെ പരാതിയിലാണ് കോളേജ് പ്രിൻസിപ്പൽ നിതിൻ രാജിനെ പ്രിൻസിപ്പൽ ഓഫീസിലേക്ക് വിളിപ്പിച്ചത്. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനു മുമ്പ് തന്നെ ഈ അധ്യാപിക ഈ തന്റെ മൊബൈൽ ഫോണിലേക്ക് ഈ ലോൺ ആപ്പിന്റെ ബന്ധപ്പെട്ടവർ നിരന്തരം ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതായിട്ട് പോലീസിനും പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സൈബർ പോലീസ് ഒരു പ്രത്യേക കേസ് എടുത്തിരുന്നു. ഇതിന്റെ കൂടി ഒരു അവസ്ഥ, അതായത് ഈ റെഫറൻസ് നമ്പറായിട്ട് ഈ അധ്യാപികയുടെ നമ്പർ കൊടുത്തത് നിതിൻ രാജാണോ അല്ലെങ്കിൽ ഈ ആപ്പ് തന്നെ ആണ് ഈ മൊബൈൽ ഫോണിലേക്ക് വിവരങ്ങൾ ചോർത്തി, നമ്പറുകൾ ചോർത്തി അധ്യാപികയെ വിളിച്ചത് എന്നുള്ളതാണ് ഇനി സ്ഥിരീകരിക്കേണ്ടത്. എന്തായാലും പോലീസ് ആ ഒരു വശം കൂടി അന്വേഷിക്കുന്നുണ്ട്. അത് പ്രത്യേകമായിട്ട് സൈബർ പോലീസാണ് അന്വേഷിക്കുന്നത്. മറ്റ് ഈ ആത്മഹത്യാ പ്രേരണ SC/ST വകുപ്പ് ആ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അന്വേഷിക്കുന്നത് കണ്ണൂർ ACPയുടെ നേതൃത്വത്തിലാണ്. കണ്ണൂർ ACPയുടെ കീഴിൽ 7 അംഗ പ്രത്യേക സംഘമാണ് ഉള്ളത്. അവരാണ് ആ ഭാഗങ്ങൾ അന്വേഷിക്കുന്നത്. എന്തായാലും ഈ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യം KSU പ്രവർത്തകരാണ് ഇവിടെ സമരം നടത്തുന്നത്. ഇതിന് പിന്നാലെ SFIയും ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളും ഇങ്ങോട്ടേക്ക് പ്രതിഷേധങ്ങൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. KSU പ്രവർത്തകരുടെ ഈ സമരം കണക്കിലെടുത്ത് പോലീസ് വലിയ സുരക്ഷയാണ് ഈ ഡെന്റൽ കോളേജിന് മുന്നിൽ ഒരുക്കിയിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് വലിയ ബാരിക്കേഡുകൾ ഇവിടെ സ്ഥാപിച്ചിരുന്നു. ഈ ഡെന്റൽ കോളേജിന് മുന്നിൽ ഈ ബാരിക്കേഡ് സ്ഥാപിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ കാവൽ നിൽക്കുമ്പോഴാണ് KSU പ്രവർത്തകർ അപ്രതീക്ഷിതമായി മതിൽ ചാടിക്കടന്ന് പോലീസിനെ വെട്ടിച്ച് ഈ ക്യാമ്പസിന്റെ ഈ മതിലിനുള്ളിലേക്ക് കടന്നത്. അതിനുശേഷം അവർ അകത്ത് കയറാൻ ശ്രമിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ സെക്യൂരിറ്റി ഈ ഗേറ്റ് പൂട്ടുകയായിരുന്നു. അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥർ ഈ KSU പ്രവർത്തകരെ തടഞ്ഞതിനു ശേഷം ഇവരിപ്പോൾ അതിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. 10ഓളം KSU പ്രവർത്തകരാണ് ഇപ്പോൾ ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത്. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ സമരം നടത്തുന്നത്. എന്തായാലും വലിയ ചർച്ചാ വിഷയം ആയതാണ് കേരളത്തിൽ ഈ നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട്. കാരണം ക്രൂരമായിട്ടുള്ള ആക്ഷേപങ്ങൾ, അധിക്ഷേപങ്ങളൊക്കെയാണ് ഈ 21-കാരനായ വിദ്യാർത്ഥി, മിടുക്കനായ വിദ്യാർത്ഥി ഈ മെഡിക്കൽ കോളേജിൽ, ഡെന്റൽ കോളേജിൽ നേരിട്ടത് എന്നുള്ളത് വ്യക്തമാണ്. കാരണം നമ്മൾ സഹപാഠികളോട് തന്നെ സംസാരിച്ചിരുന്നു. അവരെല്ലാം പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറല്ലെങ്കിൽ പോലും ഈ അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ ഈ നിതിൻ രാജ് നേരിട്ടിരുന്നു. അത് മാസങ്ങൾ നീണ്ട അധിക്ഷേപങ്ങൾ നേരിട്ടിരുന്നു എന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.